ഹായ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 3:15 ഞങ്ങൾ ഇവിടുന്ന് വയനാട്ടിലേക്കാണ് ടൂർ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനാണ്. ഓക്കെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ വയനാട് ടൂർ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ 3:30 ആയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. 3 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞങ്ങൾ എണീറ്റ് സാറുവിനെയൊക്കെ എണീപ്പിച്ചൊന്ന് സെറ്റായിട്ട് വരുമ്പോൾ അത്യാവശ്യം ടൈം എടുത്തു. അങ്ങനെ 3:30 നേരത്തെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ബേബി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അവളെയും കൈ പിടിച്ച് ഇത്രയും ദൂരം അതും ഞങ്ങൾ മാത്രമായിട്ട് ടൂർ പോകുമ്പോൾ. പക്ഷേ അവൾ വണ്ടിയിൽ കയറിയ വഴിക്ക് ഉറങ്ങി. പിന്നെ പുലർച്ചെ 3:30 പോയതുകൊണ്ട് തന്നെ റോട്ടിൽ വേറെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സുഖമായിട്ട് പോകാൻ പറ്റി. ഓരോ മണിക്കൂറും പോകുന്നത് നമ്മൾ അറിയണ്ടായിരുന്നില്ല. അത്യാവശ്യം ഉറങ്ങി സെറ്റായിട്ട് എണീറ്റ് ഇരുന്നതുകൊണ്ട് തന്നെ ഉറക്കവും വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് പോകാൻ പറ്റി. പിന്നെ ഇടയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് 2 സ്ഥലത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ചുരം കയറാൻ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ നമ്മള് ഇത്രയും ലോങ്ങിലേക്ക് പോകുന്നത്. ആദ്യമായിട്ടാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് പെട്ടെന്ന് എത്തിയപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് വീട്ടിൽ നിന്ന് ഒരു 3:30 ആകുമ്പോ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ എത്ര മണി, ഒരു എത്ര മണിയാടാ, 7:30 ഉണ്ടാവും. അപ്പോഴേക്കും ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിൽ ചായ കുടിക്കാൻ നിർത്തി, ചായ കുടിച്ചു. ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് ആദ്യം നമ്മൾ പോകുന്നത് ഇപ്പോൾ റിസോർട്ടിലേക്കാണ്. അവിടെ എത്തിയിട്ട് സാറുവിന് കുറുക്കുണ്ട റൂം ഇപ്പൊ കിട്ടില്ല, 2 മണിക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടി അവിടെ കിച്ചൺ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് അവൾക്ക് കുറുക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൈ പിടിച്ചിട്ട് വേണം നമുക്ക് സ്ഥലങ്ങൾ കാണാൻ ഇറങ്ങാൻ. അപ്പോൾ നേരെ റിസോർട്ട് എത്തിയിട്ട് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ആക്ച്വലി ഞങ്ങൾ ചുരം കയറാൻ തുടങ്ങിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ചുരം കയറാണ്ടാണ് റിസോർട്ടിലെത്തിയത്. ഞങ്ങളിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിപ്പോൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന ചുരമാണ്. പക്ഷേ ഇത് ചുരമായിരുന്നില്ല. ഞങ്ങൾ വഴി മാറിയിട്ട് മാനന്തവാടി എന്ന് പറയുന്നൊരു വേറൊരു എളുപ്പ വഴി കൂടെയാണ് ഞങ്ങൾ പോയത്. അത് അവിടെ എത്തിയിട്ട് റിസോർട്ടിലെത്തിയിട്ട് ആ ചേട്ടൻ പറയുമ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ചുരം കയറാണ്ട് വേറെ വഴി കൂടെയാണ് എത്തിയത്. പക്ഷേ അത് ഞങ്ങൾക്ക് ഉപകാരമായി. കാരണം ഉണ്ണിക്ക് വിശന്ന് തുടങ്ങുമ്പോഴേക്കും ഞങ്ങൾ നേരത്തോടെ എത്തി. അവിടെ ഒരു 3 മണിക്കൂർ ഞങ്ങൾ ലാഭിച്ചു. ഹലോ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ 2 മണിക്കാണ് ഇവിടെ ചെക്കിൻ ടൈം വരുന്നത്. ഞങ്ങൾ ഉണ്ണിക്ക് കുറുക്ക് കൊടുക്കുന്ന കാരണം കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളിവിടെ നേരത്തെ വന്ന് അപ്പോൾ അത് കുറുക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും സ്ഥലം കാണാൻ വേണ്ടി ഇന്ന് പോവും. അതിനുശേഷം 2 മണിക്ക് നമ്മളിവിടെ കയറണുള്ളൂ. 2 മണിക്ക് കയറില്ലേ? ഓക്കെ. എന്നാൽ കുറച്ച് ഈവനിങ് ആയിട്ട് കയറണുള്ളൂ. അത്രേ ഉള്ളൂ. ഇവിടെ കുറുക്കുണ്ടാക്കാണ്. ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്. സാറിത് കഴിച്ചാൽ മതി. ഇതല്ലോ ഓഫാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. ഇങ്ങനെ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഓക്കെ. ഹലോ ഹലോ വഞ്ഞ്, ഹലോ വഞ്ഞ്, ഹായ്, ഹലോ ചാരു, ഹലോ വയ്യ. ഞങ്ങളെ ഷാരു കുറുക്കൊക്കെ കഴിച്ചു. ഞങ്ങളെ ഒന്ന് ഫ്രഷൊക്കെ ആയി ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. ഷാറുവിന് ഫുഡ് കുറുക്കൊക്കെ കൊടുത്തപ്പോൾ തന്നെ അങ്ങനെ ഏതൊക്കെ സ്ഥലത്തേക്ക് പോകണപ്പോൾ മീനുട്ടി ഡാമാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഷാറുവിനുള്ളത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്തെങ്കിലും കഴിക്കണം. നമ്മുടെ റിസോർട്ടിനടുത്ത് വരുന്നത് 2-3 സ്ഥലങ്ങളായിരുന്നു. അതിലൊന്നാണ് ഈ വാട്ടർഫോൾസ്. പിന്നെ ഒരെണ്ണം വരുന്നത് ബാനാസുര ഡാമായിരുന്നു. ഡാം കാണാൻ ഞങ്ങൾ പോയില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം ഒരു 10-11 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല വെയിലായി. പിന്നെ ഇവിടെ പോയിട്ട് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് വിശന്ന് തുടങ്ങി. പിന്നെ
ഡാം കാണാൻ എനിക്കും താല്പര്യമില്ല, പിന്നെ ചേട്ടൻ ഒരു വട്ടം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ചേട്ടനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല. പിന്നെ ഇത് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വെള്ളത്തിൽ പാമ്പാണോ മീനാണോ എന്നറിയില്ല, എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ആക്ച്വലി ഇത് പാമ്പാണോ മീനാണോ എന്നറിയില്ല, ഇങ്ങനെ കിടന്ന് നടക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് അത്യാവശ്യം ടയേർഡ് ഉണ്ടായിരുന്നു, കാരണം ഞങ്ങൾ ചായ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴേക്കും 1 മണിയോ 2 മണിയോ കൂടെ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോരുമ്പോൾ ഐസ്ക്രീം കഴിച്ചു. പിന്നെ സാറുവിന് പിന്നെ കൊടുക്കാൻ പാടില്ല എന്നറിയാം, പക്ഷേ ഈ ട്രിപ്പിൻ്റെ 2-3 ദിവസം നമ്മൾ അങ്ങനെ ഒന്നും ലിമിറ്റ് വെച്ചിട്ടില്ല. അവളെ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് പാർട്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അടുത്ത പാർട്ടിൽ നമ്മൾ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.